ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പലരും വന്ന് പല കാര്യവും പറയുന്നുണ്ട്. ചേച്ചി, ഞങ്ങൾ ചേച്ചിയുടെ വീഡിയോ ഉൾപ്പെടെ പലരുടെയും വീഡിയോ ചെയ്ത് നോക്കി, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ചേച്ചി, ആകെപ്പാടെ നിരാശയും വിഷമവും ആയി എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾ ഇത്രയും വലുതായിട്ടാണോ ജനിച്ചത്? അല്ലല്ലോ. നിങ്ങൾ ജനിച്ചപ്പോൾ എന്തോരുണ്ടായിരുന്നു? കൂടി വന്ന ഒരു 2-2.5 കിലോയുള്ള ഒരാളാണ് ഇപ്പം നിങ്ങൾ 10, 65, 70, 80 കിലോ വെയിറ്റ് ആയിട്ടുള്ളത് അല്ലേ? അത് എത്ര വർഷം കൊണ്ടാണ് അത്രയായത്? അത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാതെ നിങ്ങളിങ്ങോട്ട് ഭൂമിയിലോട്ട് ജനിച്ചപ്പോഴേ വലിയൊരാളായി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടാണെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞതുപോണക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ജനിച്ചപ്പം ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടല്ലേ? ജനിച്ച ഒരു ഡേറ്റ് നിങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞതുപോണക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലാതെ വെറുതെ നിങ്ങൾ വീട്ടിൽ കുത്തിയിരുന്ന കാര്യം നടക്കുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു വലിയൊരു ചിട്ടിയുണ്ട്, KSEBയിൽ ഒരു ചിട്ടിയുണ്ട്, ഒരു 5 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിൻ്റെ, എത്രയെങ്കിലും ആയിക്കോട്ടെ. ആ ചിട്ടി കിട്ടിയിട്ട് നിങ്ങൾക്കൊരു വീട് വയ്ക്കണം, അല്ലെ ഒരു സ്ഥലം മേടിക്കണം, അല്ലെ മോളുടെ കല്യാണം നടത്താം, അല്ലെ പല ആവശ്യങ്ങൾ കൂട്ടിക്കോ, അല്ലെ മകളെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കണം. ഇതെല്ലാം നിങ്ങളുടെ പല ആവശ്യങ്ങളാണെന്ന് കൂട്ടിക്കോണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചിട്ടി കൂടി, അല്ലെ നിങ്ങളുടെ കയ്യിൽ കാശ് വന്നു, എന്തായാലും നിങ്ങൾക്ക് ഒരു ഡേറ്റ് വേണം. ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോ നിങ്ങളൊരു ഡേറ്റ് ഇട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. അല്ലാതെ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നാളെ എനിക്കിത് നടക്കണം, അല്ലെ ഒരാഴ്ച കൊണ്ട് നടക്കണം, അല്ലെ ഒരു മാസം കൊണ്ട് നടക്കണമെന്നൊന്നും പറഞ്ഞാൽ നടക്കില്ല. ഞാൻ അങ്ങനെയോട്ട് പറയത്തുമില്ല. എല്ലാവരും കുറേ പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടു, അയ്യോ നിങ്ങളിത് ഇന്ന് ചെയ്തോ, അല്ലെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇത് ചെയ്താൽ നിങ്ങൾക്ക് നടക്കും, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് നടക്കും, അല്ലെ 1 മണിക്കൂറിനുള്ളിലൊക്കെ നടക്കൂ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കറിയില്ല ഈ 1 മണിക്കൂർ കൊണ്ട് നടക്കുന്ന മായാജാലവും മാന്ത്രികവും ഒക്കെ എന്താണെന്ന് കേട്ടോ. അതിനോടൊന്നും ഒരിക്കലും ഞാൻ യോജിക്കുന്ന ഒരാളല്ല. പിന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയോ? ജസ്റ്റ് എന്നാലും നിങ്ങളിത് ചെയ്തിരിക്കണം ഉറപ്പായിട്ടും. നിങ്ങൾക്കിതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. അപ്പം നിങ്ങൾ ഇന്നത്തെ ഒരു ഡേറ്റ് എടുക്കുക. ഇന്നത്തെ ഡേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇന്ന് ഒക്ടോബർ 3 അല്ലേ? 3/10/2025. അപ്പം നിങ്ങൾക്കൊരു വീടില്ലാത്തവരല്ല, സ്ഥലമില്ലാത്തവർ, നിങ്ങൾക്കൊരു സ്ഥലം മേടിക്കണം. അപ്പം നിങ്ങളൊരു മനസ്സിലൊരു ഡേറ്റ് എടുക്കുക. ഇന്ന് ഒക്ടോബർ 3 അടുത്ത ഒക്ടോബർ മാസം, അതായത് 2026 ഒക്ടോബർ 3 എനിക്ക് ഒരു വീട് വെക്കാനായിട്ടുള്ള സ്ഥലം മേടിക്കാനായിട്ട് എനിക്ക് കഴിയണം, അല്ലെ ഒരു വീട് വെക്കണം. നിങ്ങളുടെ ആവശ്യം എന്തും ആയിക്കോട്ടെ, ആ ആവശ്യം നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിൽ ഓർക്കുക. ഓർത്തേച്ചും കഴിഞ്ഞിട്ട് എന്തെടുക്കണമെന്ന് ഞാൻ പറയാം. ഇന്നത്തെ ദിവസം 3 അല്ലേ ഡേറ്റ്? 3 താനും. ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്നത്തെ ഡേറ്റ് 3, ഇന്നത്തെ ദിവസം വെള്ളി. അപ്പോൾ ഈ ഡേറ്റ് ആദ്യം എഴുതുക, 3/10/2025. അപ്പം നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ എഴുതുക. ഈ ആവശ്യം തൊട്ട് താഴെ 3/10/2026 എഴുതുക. എന്നുവെച്ചിട്ട് ഈ 2026, അതായത് ഈ ഒക്ടോബർ 2026 ഒക്ടോബർ 3 എൻ്റെ കാര്യം സാധിച്ച് കിട്ടണമെന്ന് മാത്രം നിങ്ങൾ ഈ പേപ്പറിൽ എഴുതുക. നല്ല വൃത്തിയായിട്ട് എഴുതുക. അതും നിങ്ങൾ പച്ച മഷി കൊണ്ട് മാത്രം എഴുതുക. ഒരു നല്ലൊരു വൈറ്റ് പേപ്പർ ഷീറ്റ്, ഇപ്പോൾ വൈറ്റ് പേപ്പർ ഷീറ്റൊക്കെ എടുത്തു വന്ന് നിങ്ങളെ ആക്ഷൻ കാണിച്ച് വരച്ച് കുറിച്ച് അത്രയും നീളം നീട്ടി കാണിക്കണ്ടല്ലോ. അപ്പം നിങ്ങൾക്കൊക്കെ സംസാരിക്കുമ്പം കറക്റ്റായിട്ട് മനസ്സിലാകുന്നവർ തന്നെയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, പച്ചമഷിയുടെ പേന എടുക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇന്നത്തെ ഡേറ്റ് ആദ്യമേ എഴുതുക, 3/10/2025 വെള്ളി. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയും കൂടെ എഴുതുക. പിന്നെ അടുത്ത വർഷത്തെ 3/10/2026 അന്നത്തെ ദിവസം എഴുതുകയേ വേണ്ട. ഇന്നിപ്പം വെള്ളിയാണെങ്കിൽ അടുത്ത 2026 ഒക്ടോബർ 3 ചിലപ്പം ചൊവ്വായോ ബുധനോ വ്യാഴോ ഏത് ദിവസം വേണം. അതുകൊണ്ട് നിങ്ങൾ ദിവസം എഴുതണ്ട. എന്നിട്ട് പറയുക, ഈ 2025 ഒക്ടോബറിനും 2026 ഒക്ടോബർ 3 ഇടയ്ക്ക് എൻ്റെ ഈ കാര്യം സാധിച്ചു കിട്ടണമെന്ന് മാത്രം ഈ പേപ്പറിൽ നിങ്ങൾ എഴുതുക. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ? ഈ എഴുതി അയച്ചും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം മുകളിൽ എഴുതുക പേപ്പറിൻ്റെ. എന്നിട്ട് നിങ്ങൾക്ക് സ്ഥലത്തിൻ്റെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് 5 സെൻറ്റോ 10 സെൻറ്റോ മേടിക്കേണ്ടവരാണെങ്കിൽ സമചതുരത്തിൽ 5 സെൻറ്റ്, അരയേക്കറ മേടിക്കാനുള്ളെങ്കിൽ നിങ്ങൾ 30 സെൻറ്റ് ഇങ്ങനെ എഴുതുക. മക്കളുടെ കല്യാണമാണെങ്കിൽ ഈ കോളത്തിലൊരു മാല വരയ്ക്കുക, അതിൻ്റെ അടിയിൽ ചെറിയൊരു താലിയും കൂടെ വരച്ചിട്ട് ഈ
ഡേറ്റിനുള്ളിൽ എൻ്റെ മോളുടെ കല്യാണം നടക്കണം, അല്ലെങ്കിൽ ചിട്ടി അടിക്കണം, എന്ത് കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ദിവസം എന്ത് ചെയ്യണം? 1 രൂപ കോയിൻ എടുത്ത് വെക്കുക. വെള്ളിയാഴ്ച ഇന്ന് ഈ പേപ്പറിൽ 1 രൂപ കോയിൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഭദ്രമായിട്ട് ഇത്, പിന്നെ നിങ്ങളിത് തൊടാൻ നിൽക്കല്ല, ദൈവത്തെ ഓർത്ത് ഞാൻ പറയുക. ഈ 1 രൂപ കോയിൻ എടുത്ത് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് മടക്കി ഭദ്രമായിട്ട് നല്ലൊരു വിസ്താരമുള്ള ബോട്ടിൽ വെച്ചിട്ട് അടച്ചു വെക്കുക. എന്ന് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഈ ബോട്ടിലെ കാര്യം നിങ്ങൾ എന്താണോ എഴുതിയേക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ. ആ കാര്യം മനസ്സിലോർത്തൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ച് ഈ ബോട്ടിൽ തുറന്ന് അതിൻ്റെ അകത്ത് 1 രൂപ കോയിൻ വെക്കുക. പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളിപ്പം വെള്ളി തന്നെ എഴുതണമെന്നില്ലെന്നേ. ശനിയാകാം, ഞായറാകാം, തിങ്കളോ ചൊവ്വയോ ഏത് ദിവസമാണോ തുടങ്ങുന്നത് ആ ദിവസം പിറ്റേ ആഴ്ചയിൽ ആ ദിവസം വരുമ്പം വേണം വീണ്ടും ഈ പൊതി അഴിച്ചിട്ട് 1 രൂപ കോയിൻ വെക്കുക. അങ്ങനെ ഇന്നിപ്പം ഒക്ടോബർ 3 അടുത്ത 2026 ഒക്ടോബർ 3 വരെ നിങ്ങൾ ഈ കാര്യം കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ രൂപ കോയിൻ ആഴ്ചയിൽ മാറ്റിവെക്കാനില്ലാത്തവരാരുമില്ലല്ലോ. നിങ്ങൾ ഏത് ദിവസമാണോ തുടങ്ങുന്നത് ആ ദിവസം നിങ്ങൾ 1 രൂപ കോയിൻ ഈ പൊതി അഴിച്ച് എടുത്ത് ഈ ബോട്ടിലിൽ വയ്ക്കുക. നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹത്തിന് നിങ്ങൾ കോയിൻ പ്രാർത്ഥിച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഏത് അമ്പലത്തിലോ പള്ളിയിലോ എവിടെയോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അവസാനം ഈ കോയിന് നിങ്ങൾ ആരുടെ ആവശ്യത്തിനാണോ നിങ്ങൾ ഇത് മാറ്റിവെച്ചത്, കല്യാണത്തിനാണോ വസ്തു മേടിക്കണം എന്നുള്ളത് മിക്കവാറും കുടുംബനാഥൻ്റെ ആവശ്യമാണല്ലോ, അവരെ കൊണ്ട് തന്നെ ഇത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഭണ്ഡാരക്കുറ്റിയിൽ ഇടിയിക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അല്ലാതെ എല്ലാവരും പറയുന്ന കണക്ക് ഇതേ നിങ്ങളാണ്ട് ഒരു ചിട്ടി കൂടി, നിങ്ങൾ ചിട്ടി പിടിച്ചു, നിങ്ങൾക്ക് ഇതാണ്ട് ഒരു ദിവസം അല്ലെ 1 മണിക്കൂറിനുള്ളിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ലോട്ടറി അടിക്കും, നിങ്ങളുടെ കടം തീരും, അല്ലെ പണയം വെച്ചേക്കുന്നവർക്കും, അല്ലെ മോളെ കെട്ടിക്കാൻ, ദൈവത്തെ ഓർത്ത് ഞാൻ പറയത്തില്ല കേട്ടോ. നമ്മൾ എന്ത് കാര്യത്തിനും അതിൻ്റെതായ ഒരു കാലതാമസം ഉണ്ടില്ലേ. നമ്മൾക്ക് ഒരു കുഞ്ഞ് ജനിക്കണേ തന്നെ 9 മാസത്തോളം വേണം ഇല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിനും അതിൻ്റെതായ കാലതാമസമുണ്ട്. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലും നേർച്ചയിലൂടെയും നമ്മുടെ കയ്യിലിരിപ്പും ഒക്കെ വെച്ച് കാര്യങ്ങൾക്കൊരു മാറ്റവും മറിച്ചിലും നമുക്കൊരു 10 വർഷം കഴിഞ്ഞ് കടന്നു കിട്ടേണ്ട ഒരു കാര്യം നമുക്ക് ഈ 1 വർഷത്തിനുള്ളിൽ നടന്നു കിട്ടും. അങ്ങനെയേ നടക്കത്തുള്ളൂ. അല്ലാതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ പൊന്നു കൂടപ്പുറപ്പുകളെ എനിക്കറിയാൻ പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് നടന്നു കിട്ടുന്ന മാന്ത്രിക ജാലമൊക്കെ ആൾക്കാർക്ക് അറിയാമെങ്കിൽ എന്തായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ, നമ്മളൊക്കെ എവിടെ ചെന്ന് നിന്നേനെ. അതല്ല, ഈ ഒരൊറ്റ ദിവസം കൊണ്ട് 1 മണിക്കൂറും കൊണ്ടും ഈ കാര്യം നടന്നു തെറ്റുമെന്ന് പറയുന്ന അവരുടെ അവസ്ഥ എവിടെ ചെന്നേനെ. അവർക്ക് ഇത് കൂട്ടി വീഡിയോ ഒക്കെ ഇടേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ അവർ ഈ രഹസ്യം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? ഇല്ലല്ലോ. എന്നാൽ അവർ തന്നെ ചെയ്ത് ഇങ്ങോട്ട് എമൗണ്ട് ഉണ്ടാക്കുകയല്ലേ ചെയ്യേണ്ടത്. മനുഷ്യനെ ഉണ്ടല്ലോ ആരാണേലും പറഞ്ഞു പറ്റിക്കുന്നതിനൊരു മര്യാദയുണ്ട്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏത് ജ്യോത്സ്യന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ പറയുന്നതിനൊരു നീരും നിറിയൊക്കെ വേണ്ടേ. നടക്കുന്ന കാര്യങ്ങൾ മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. കാരണം അവരുടെ അവസ്ഥയില കാല് പിടിച്ച് ഞാൻ പറയുക ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്നവരോട്, ഈ ഓരോരുത്തരും നിങ്ങളെ സമീപിക്കുന്നു, എടുക്കുന്നു, നിങ്ങളുടെയൊക്കെ വീഡിയോ കാണുന്നതും അവരുടെ അതുപോലത്തെ അവസ്ഥയിൽ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ പോലും പിടിച്ചു കയറാന്നുള്ള ഓർത്തോണ്ടാണ് അവർ ഈ വീഡിയോ ഒക്കെ കാണുന്നത്, നിങ്ങളൊക്കെ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങൾ ദൈവത്തെ ഓർത്ത് പറഞ്ഞു കൂട്ട്. അല്ലാണ്ട് വ്യൂസ് കൂട്ടാനായിട്ടൊന്നും നിങ്ങൾ ചെയ്യല്ലേ. വ്യൂസ് കൂട്ടാനും സബ്സ്ക്രൈബർ കൂട്ടാനുമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അകത്ത് ഒരു നീതിയും ന്യായവും മര്യാദയും വേണം. ഞാനിത് പറഞ്ഞെന്നോർത്തോണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നോട് പിണക്കോ പരിപ്പോ ഒന്നും തോന്നണ്ട കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ കറക്റ്റായിട്ടും ചെയ്ത് നോക്കുക. എല്ലാത്തിനും ഓരോ കാലതാമസം ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് 1 വർഷത്തെ കാലാവധി എടുക്കുക. പിന്നെ അതല്ല 6 മാസം കൊണ്ട് നിങ്ങൾക്കിത് നടന്നു കിട്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ 6 മാസത്തെ കാലാവധി വയ്ക്കാം. അത് 6 മാസത്തെ കാലാവധി എന്ന് പറയുമ്പം ഈ മാസം ഒക്ടോബർ 3 അല്ല ഇന്ന്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 3-ാം തീയതി വരെ ഡേറ്റ് വയ്ക്കുക. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നടന്നു കിട്ടുന്നു. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലൊരു തോന്നൽ വരും. അപ്പോൾ അത് ഈ 6 മാസം കൊണ്ട് നടന്നു കിട്ടുന്നു അങ്ങനെ ചെയ്യാം. 3 മാസം കൊണ്ട് നടക്കുന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ട്, അങ്ങനെയും പറ്റും കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളും മനസ്സിലായല്ലോ. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും നടന്നു കിട്ടുന്ന ഒരു മാന്ത്രിക വിദ്യയും ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ല കേട്ടോ. അതോർത്തുകൊണ്ട് നിങ്ങൾ ആരും ഇരിക്കരുത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.